ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം സമസ്ത മക്കളുടെ വികാരമെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. ലീഗിന്റെ വഞ്ചന ഇനി നടപ്പാകില്ല. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നത് സമസ്തയെ വിമർശിക്കാനും സുന്നത്ത് ജമാഅത്തിനെ താറടിക്കാനുമുള്ള പദവിയാണ്. സമസ്ത കൂട്ടായ്മയുടെ ചോദ്യാവലിയെക്കുറിച്ച് തനിക്കറിയില്ലെന്നും KS ഹംസ പറഞ്ഞു. സമസ്ത മക്കളുടെ വികാരമാണത്. നട്ടപ്പാതിരയാണ് എന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, ആ വഞ്ചന ഇനി നടപ്പാകില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി വെച്ചിട്ടുള്ളത് സമസ്തയെ വിമർശിക്കാനും സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനും താറടിക്കാനും വേണ്ടി മാത്രം വെച്ച ഒരു പോസ്റ്റാണല്ലോ. മുടിയാൻ നേരത്ത് മുച്ചീർപ്പൻ കുലക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണിപ്പോൾ ആ സെക്രട്ടറി. അതുകൊണ്ട് അത് മാറ്റിയാലും കുഴപ്പമില്ല, മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾക്കൊരു വ്യക്തതയാവുകയാണ്. നേരത്തെ അഷ്കർ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് ഇപ്പോൾ കുറച്ചുകൂടി പുരോഗതി വരുന്നു. KS ഹംസയുടെ പ്രതികരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എവിടേക്കാണ് ഈ തർക്കം നീങ്ങുന്നത്? സമസ്ത കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിലേക്കാണോ? തീർച്ചയായും സുജയ പാർവതി, ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുമ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കങ്ങൾ പരസ്യമായി പുറത്തുവരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുഷാവർ അംഗം ഉമർ ഫൈസിയുടെ ഒരു പ്രതികരണം നമ്മുടെ ചാനലിലൂടെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ആ ഒരു വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയായ KS ഹംസയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഉമർ ഫൈസി പറഞ്ഞത് സുന്നി മക്കളുടെ വികാരമാണെന്നാണ് KS ഹംസ വ്യക്തമാക്കുന്നത്. സമസ്ത കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ ഒരു പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി എന്ന് പറയുന്നത് സമസ്തയെ താറടിക്കാനും സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനുള്ള ഒരു പോസ്റ്റാണ്. ആ നിലയിൽ PMA സലാം തുടർച്ചയായി സമസ്തക്കെതിരെ വിമർശനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാനും മുസ്ലിം ലീഗിലെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഹംസയും വിമർശിക്കുന്നത്. സ്വാഭാവികമായും ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു അഭിപ്രായം സമസ്തയിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായമായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് KS ഹംസ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഈ നിലയിൽ പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും തന്നെ സമസ്തയുടെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് സമസ്ത വിഭാഗം പരസ്യമായി തന്നെ കാര്യങ്ങളിലൊക്കെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുപ്രഭാതം ദിനപത്രത്തിൽ തന്നെ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പ്രവർത്തിക്കുകയില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമോ താല്പര്യമില്ല എന്ന പ്രഖ്യാപനം തന്നെ അദ്ദേഹം പത്രത്തിലൂടെ നടത്തിയിരുന്നു. അതിനുശേഷം LDFന്റെ പരസ്യം പത്രത്തിൽ വന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അനുഭാവി പത്രം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ നിലയിൽ വടക്കൻ കേരളത്തിൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ ആ നിലയിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വിശേഷം LDF അതിനെ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യവും നിലവിലിവിടെയുണ്ട്. അതേസമയം ഉമർ ഫൈസി മുക്കത്തിന്റെ അഭിപ്രായമായിരിക്കില്ല സമസ്തയിലെ വലിയൊരു വിഭാഗം നടത്തുക എന്നുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് ഈ ഒരു വിഷയത്തിൽ നടത്തുന്നത്. PMA സലാം ഒന്നും തന്നെ ഉമർ ഫൈസിയുടെ ആ ഒരു പ്രതികരണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും സാദിഖ് അലി തങ്ങളാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അതൊരു വലിയ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിന്റെ പ്രതികരണം നിർണായകമാണ്. നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. സ്ഥാനാർത്ഥിയോടും KS ഹംസ പറഞ്ഞതിനോട് ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത്, ചോദ്യാവലിയെ കുറിച്ച് പറയാനുള്ളത്, അതാണ് ഇന്ന് കേരളം കാത്തിരിക്കുന്ന പ്രതികരണം. അതിലുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മുബഷിർ പി അക്ബർ.